നമ്മളെങ്ങനെയാണ് ഈ മെഷീൻ ഇനി സെറ്റ് ചെയ്യുന്നത്, ഓണാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓണാക്കാനായിട്ട് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലൊരു MCB ഉണ്ട്, 2 MCB ഉണ്ട്. അത് രണ്ടും ഓണാക്കുക. അപ്പോൾ മെഷീൻ ഓണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതൊക്കെ വാല്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുറത്തുനിന്നുള്ള പവർ കാണിക്കുന്ന ആമീറ്ററാണത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന എവിടെയാണ്. അതുപോലെ ഹീറ്റർ ഓണായി കഴിയുമ്പോൾ ഈ ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ തെളിയുന്നതാണ്. അപ്പോൾ നിലവിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 510 ഈ താഴെ കാണുന്നതാണ് സെറ്റ് വാല്യൂ, മുകളിൽ കാണുന്നത് പ്രോസസ് വാല്യൂ ആണ്. അതായത് ഉള്ളിലുള്ള വാല്യൂ ആണ്. 118 ഡിഗ്രിയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ 118 ഡിഗ്രി ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് സാധാ ടൈമറോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ റാംപ് ആൻഡ് സോക്ക് ഫംഗ്ഷൻ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ നോർമലായിട്ട് വെറുതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 500 ഡിഗ്രി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 500 വെച്ചു. ഈ ഒരു അറ്റത്തുള്ള എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ അങ്ങനെ 500 ഡിഗ്രി വെച്ചു. 112 ഡിഗ്രി ഇൻറ്റേർണൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണഗതിയിൽ നമ്മൾ ബാക്കിയുള്ള മോഡലുകളിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹീറ്റർ ഓണാവും, ഉള്ളിൽ ടെമ്പറേച്ചർ കൂടും. പക്ഷേ ഇവിടെ നമുക്ക് ഹീറ്റർ ഓൺ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെഷീനിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ബട്ടണിൽ പോകണം, പേജ് ബട്ടണിൽ പോകണം. അതിനുശേഷം നമ്മൾ പേജ് നമ്പർ 16 പോകണം. 16 പോയി കഴിയുമ്പോൾ ഇവിടെ പ്രൊഫൈൽ ഫംഗ്ഷൻ ഇപ്പോൾ എനേബിൾ ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ആദ്യത്തെ ബേസിക് മോഡൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രൊഫൈൽ ഫംഗ്ഷൻ നമ്മൾ ഓഫാക്കണം. അപ്പോൾ നമ്മൾ ഡിസേബിൾ ആക്കുക, എൻ്റർ വെക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു ഹോം ബട്ടണിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ അത് ഡിസേബിൾ ആക്കിയപ്പോൾ തന്നെ നമുക്കിവിടെ ഹീറ്റർ ഓൺ ആയത് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം മെഷീൻ ഹീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ടെമ്പറേച്ചർ കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ 500 എന്നുള്ള വാല്യൂ ഉടനെ തന്നെ എത്തുന്നതാണ്. കാരണം ഇത് വളരെ വെരി ഹൈയിൽ വർക്ക് ചെയ്യുന്നൊരു മഫിൾ ഫർണസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 118 ആയി. അപ്പോൾ അങ്ങനെ ഇനി പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കൂടി വരുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഫൈൽ ഫംഗ്ഷൻ, അതായത് ഈ റാംപ് ആൻഡ് സോക്ക് ഓൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ പേജ് ബട്ടണിൽ പോവുക, പേജ് നമ്പർ 16 പോവുക എന്നുള്ളതാണ്. പേജ് നമ്പർ 16 പോവുക. ഈ ഡിസേബിൾ ആക്കിയിട്ടുള്ള റാമ്പ് ഫംഗ്ഷനും അല്ലെങ്കിൽ ഈ പ്രൊഫൈൽ എന്നുള്ള ആ ഒരു സംഭവം ഓഫാണ്, അത് ഡിസേബിൾ ആണ്. അപ്പോൾ നമ്മളത് ഓണാക്കാനായിട്ട് ഈ അപ്പ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എനേബിൾ ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ അത് എനേബിളായി. അപ്പോൾ നമുക്ക് ഹീറ്റർ ഓഫായത് കാണാം. അതായത് മറ്റേ ആ ഒരു ബേസിക് മോഡിൽ നിന്ന് മെഷീൻ ഓഫായെന്ന് കാണിക്കുന്നതാണ് അത് ഹീറ്റർ ഓഫായത്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് കാണാം എൻസെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്പ് ഫംഗ്ഷനാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇത് 16 സ്റ്റെപ്പ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോളറാണിത്. 16 മാക്സിമം. അപ്പോൾ യൂസർക്ക് എത്ര സ്റ്റെപ്പ് ഫംഗ്ഷനാണോ വേണ്ടത് അത് വെച്ചിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 10 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യണം. അതായത് 10 സ്റ്റെപ്പ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റർ വെക്കുക. പിന്നെ ഇതൊക്കെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് വാല്യൂസ് തന്നെ ഇട്ടാൽ മതി, ഫാക്ടറി സെറ്റിംഗ് വാല്യൂസ് തന്നെ ഇട്ടാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വീണ്ടും ആ ഒരു എനേബിൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തി. അപ്പോൾ നേരെ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ഞെക്കി ഹോമിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു മെയിൻ സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു റാംപ് ആൻഡ് സോക്ക് സെറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക, വീണ്ടും ഈ പേജ് ബട്ടണിൽ പോവുക. അതിനുശേഷം പേജ് നമ്പർ 14 പോകുക എന്നുള്ളതാണ്. പേജ് നമ്പർ 14 പോയി എൻ്റർ ഞെക്കി നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണിത്. ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റർ ഞെക്കുക. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇപ്പോൾ ഞാനൊരു 210 സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ യൂസറിന് ഇഷ്ടം പോലെ ഇപ്പോൾ ഞാനൊരു 200 സെറ്റ് ചെയ്തു, എൻ്റർ ഞെക്കി. അടുത്തത് എന്നോട് ടൈം സെറ്റ് ചെയ്യാൻ പറയുകയാണ്. എത്ര ടൈമിൽ 200 ഡിഗ്രി എത്തും എന്നുള്ള കാര്യമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 20 മിനിറ്റാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസറിന് 20, 25, 15 അത് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ എൻ്റർ എന്നുള്ള ബട്ടൺ ഞെക്കാം. അപ്പോൾ ഈ HBTY എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് നണ്ണെന്ന് തന്നെ കൊടുക്കുക. വീണ്ടും എൻ്റർ വെക്കുക. അടുത്തത് സോക്ക് ടൈമാണ് എന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സോക്ക് ടൈമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടെമ്പറേച്ചർ എത്താനുള്ള കാര്യം അതുപോലെ തന്നെ ടൈമും ടെമ്പറേച്ചറുമാണ് സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ സോക്ക് ടൈമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് സോക്ക് ചെയ്യാനായിട്ട് 200 തന്നെ എത്തിക്കുക. നമ്മൾ ആദ്യം വെച്ച വാല്യൂ തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് 200 എത്തിക്കഴിഞ്ഞാൽ എത്ര നേരം വർക്ക് ചെയ്യുമെന്നുള്ള കാര്യമാണ് നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്നത്.
അപ്പോൾ 200 വയ്ക്കുന്നു. അതുപോലെ തന്നെ അടുത്ത നമ്മൾ ടൈം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മിനിറ്റാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 25 എത്ര മിനിറ്റ് ആ ഒരു ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നിൽക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിതിനകത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളതൊരു 20 വെച്ചു. അപ്പോൾ അങ്ങനെ 20 ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ റാമ്പും സോക്കും സെറ്റ് ചെയ്തിരിക്കുകയാണ് 200 ഡിഗ്രിയിൽ. ഇപ്പോൾ അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 200 എന്നുള്ളത് നമ്മൾ 400 ആക്കുകയാണ്. 400 ഡിഗ്രി, അതുപോലെ 400 ഡിഗ്രി 25 മിനിറ്റിലെത്തും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ഈ പറയുന്ന പോലെ നാലാമത്തെ സ്റ്റെപ്പിൽ ഈ 400-ൽ എത്ര ടൈം ഇരിക്കും എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ അതും ഈ പറയുന്നത് 30 മിനിറ്റാണ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ കുറയ്ക്കാം, അത് ഇഷ്ടംപോലെ കസ്റ്റമറിന് എന്താണ് ആവശ്യമുള്ളത് അതുപോലെ സെറ്റ് ചെയ്യാം, എൻട്രി കൊടുക്കാം. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് എല്ലാം. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും വാല്യൂ മുകളിലേക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് റാമ്പും സോക്ക് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹോം ബട്ടണിൽ ഞെക്കി, അല്ലെങ്കിൽ പേജ് ബട്ടണിലേക്ക് നമ്മൾ ഹോമിലേക്ക് തിരിച്ചു വരിക. ഇനി ഇത് ഓണാക്കാനായിട്ട്, ഇനി ഈ റാമ്പ് ഫംഗ്ഷൻ ഓണാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ, പേജ് ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുക, അപ്പ് ഞെക്കുക, 1ലേക്ക് പേജ് നമ്പർ 1ൽ പോവുക, എൻ്റർ ഞെക്കുക. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ സ്റ്റാർട്ട് നോയാണ് കിടക്കുന്നത്, അത് മാറ്റി നമ്മൾ യെസ് ആക്കണം. യെസ് ആക്കുക, എൻ്റർ ആക്കുക, സ്റ്റാർട്ടായിരിക്കുന്നു. അപ്പോൾ നമ്മൾ നിലവിലുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 അതുപോലെ തന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് 148. ഈ പതുക്കെ മെഷീൻ ഓണായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് ടെമ്പറേച്ചർ അല്ല, ഇവിടുത്തെ കറണ്ട് കൺസപ്ഷൻ കാണാം, അതുപോലെ തന്നെ വോൾട്ടേജ് കാണാം, അതുപോലെ നമുക്ക് ഈ ഹീറ്റർ ഓണായി വരുന്നത് കാണാം. അപ്പോൾ ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ് വാല്യൂ അതുപോലെ സെറ്റ് വാല്യൂം രണ്ടും കാണിക്കാൻ പോകുന്നത് ഈ ഒരു സെയിം വാല്യൂ ആയിരിക്കും. ഈ പ്രൊഫൈൽ ഫംഗ്ഷൻ വരുന്ന സമയത്ത് അതാണ് അതിനൊരു പ്രത്യേകതയായിട്ടുള്ളത്. രണ്ട് വാല്യൂം ഏകദേശം സിമിലർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ഫംഗ്ഷനിലാണെന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഏത് സെറ്റിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റത്തെ പ്രോഗ്രാം 200-ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൗൺ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് നമുക്കിവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പവർ കൺസപ്ഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് ഒരു 49-48%, 50% കറണ്ട് കൺസപ്ഷനാണുള്ളത്. പവർ അത്രയാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പതുക്കെയാണ്, കാരണം നമ്മൾ ഓൾറെഡി 149-ലായി, അപ്പോൾ 200-ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കെയാണ് മെഷീൻ ഓൺ ആവുന്നുള്ളൂ. അപ്പോൾ ഒരു തൈറസ്റ്റർ ബേസ്ഡ് കൺട്രോളറാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പതുക്കെ ഓണാവുകയും ഓഫാവുകയും ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ വളരെ അടുത്തുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാവുന്നൊരു സാധനമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ ഒരു ഇതിനകത്തേക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇത് ഓഫ് ആക്കണമെങ്കിൽ അതിലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജ് നമ്പർ 1ലേക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ എൻ്റർ ഞെക്കുക. അബോർട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ അബോർട്ട് ചെയ്താലാണ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അബോർട്ട് നോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എസ് ആക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് ഫംഗ്ഷൻ അബോർട്ടായി, നമുക്ക് ഹീറ്റർ ഓഫായത് കാണാം. വീണ്ടും നമ്മുടെ പഴയ ആദ്യം കണ്ട ഹോം സ്ക്രീനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു റാമ്പ് ആൻഡ് സോക്ക് ഫംഗ്ഷൻ നമ്മൾ അബോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ മെഷീൻ അത് ബേസിക്കലി സെറ്റ് ചെയ്യേണ്ടത്. ഒരു യൂസറിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ടും ഓപ്പറേറ്റ് ചെയ്യാം, മറ്റത് ഈ റാമ്പ് ആൻഡ് സോക്ക് ഫംഗ്ഷൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് രീതികളാണ് ഇതിനുള്ളത്.